Good morning. Okay, Avani, Sharanya, good morning. Okay, Donna, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കുറച്ച് കുട്ടികളുണ്ടല്ലോ 7 പേരുണ്ടല്ലോ പറ്റി 2-3 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാം അല്ലെ കേറാനുള്ളവരൊക്കെ ചേർക്കാൻ. Okay, Ridumol, good morning. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 5 മെഡിക്കൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകളാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. 5 പേരുടെ അതില് 2 പേരുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത്തത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. സെയിം പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ നിങ്ങള്? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നതിനെ പറ്റില്ല എന്ന് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെ, ആ ഇഷ്യൂസിലാണ് ഞാൻ ഡീറ്റെയിൽ വന്നത്. എനിക്കൊരു സുഖം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടൊക്കെ ക്ലാസ് എന്താ പറയാ വിചാരിച്ച പോലെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിന് ഞാൻ സോറി പറയാണ്. എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും പറയുന്നോട്ടാ, ചോദിച്ചോട്ടാ. ഇപ്പൊ ടീച്ചർക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ക്ലാസ്സിൽ നമ്മൾ എടുത്ത കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ, മടി വിചാരിക്കേണ്ട. ഇനി അതല്ല ക്ലിയർ ആണെന്നെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ശരി. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ്. അപ്പോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ 5 പേരുടെ 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ പല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഏകദേശം ഒരുപോലെ തോന്നാൻ എന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കും which among the following included in the responsibilities of an outpatient secretary. താഴെ തന്നിരിക്കുന്നതിന്റെ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യം ഏതാണ്? അങ്ങനെ ഒരുപാട് പേരുടെ കാര്യം പറയുന്നുണ്ട്. മെഡിക്കൽ സെക്രട്ടറിയുടെ പറയുന്നുണ്ട്, ഒ പിയുടെ എക്സിക്യൂട്ടീവിന്റെ പറയുന്നുണ്ട്. ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഏകദേശം സിമിലർ ആണ്, ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നിങ്ങളത് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് വായിച്ചു പോകണം കേട്ടോ. കാരണം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ഇത് വായിക്കണം. ഓക്കെ, അപ്പോ ഒരു കാര്യം അറിയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മഹത്വിക്കാം. 10 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലാക്കാം, പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ആര് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ സെക്രട്ടറിയെ കുറിച്ച്.
മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് കൂടുതലും ആരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് പറയുന്നത്? ഒരു ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏതൊരു സെറ്റിംഗ്സിലും, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും, അതായത് ഹോസ്പിറ്റലാവാം, ക്ലിനിക്കുകളാവാം, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏതൊരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും ഒരു ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ നിർവഹിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് മെഡിക്കൽ സെക്രട്ടറി. ക്ലിയറായ മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. The medical secretary will execute secretarial duties using the specific knowledge of medical terminology and hospital, clinical, laboratory procedures. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഈ പറയുന്ന ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ് അല്ലെ. മെഡിക്കൽ ടെർമിനോളജി നമുക്കറിയാം അല്ലെ. മെഡിക്കൽ പ്രൊസീജിയറുകളെ പറ്റിയിട്ട്, ട്രീറ്റ്മെന്റുകളെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം അറിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? ഇദ്ദേഹം ആരെയാണ് കൂടുതൽ അസിസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്? ഈ പറഞ്ഞ ഒരു ഡോക്ടറിന്, ഒരു ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ആര് ചെയ്യുന്നത്? മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, പിന്നെ ഈ പറയുന്ന ക്ലിനിക്ക്, ലബോറട്ടറി പ്രൊസീജിയറുകളിലൊക്കെയുള്ള ആ ഒരു നോളജ്, ആ ഒരു സ്പെസിഫിക് നോളജ് ഉപയോഗിച്ചിട്ട് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് ദ സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് using the specific knowledge of medical terminology and hospital, clinic, laboratory procedures. ഇതിനൊക്കെ അത്യാവശ്യം അറിവ് ആർക്കുണ്ടായിരിക്കണം? മെഡിക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഒരു പോയിന്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇത് കാണുമ്പോഴൊന്നും പഠിക്കേണ്ട, ആരുടെ ഡ്യൂട്ടി ആണെന്നുള്ളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോക്കുക, representative physicians by screening helps with the scheduling, receiving and announcing scheduled patients and visitors. അതാണ് representative physicians by screening helps with the scheduling, receiving and announcing scheduled patients and visitors. അതായത് representative physicians by screening, ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക അല്ലെ. എന്ന് വെച്ചാൽ ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ക്രീനിങ് എന്താണെന്നറിയോ? അതായത് ഈ ഫോൺ കോൾസുകൾ അല്ലെ, ഈ ഫോൺ കോൾസുകൾ, മെസ്സേജുകൾ, അതൊക്കെ വരുന്ന സമയത്ത് ഒരു ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിനെ ആൻസർ ചെയ്യാം. ഓക്കെ, അതിനെ ഹാൻഡിൽ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, അതായത് ഒരു ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഒരു ഡോക്ടറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന എന്താണ് ഫോൺ കോൾസുകൾ, മെസ്സേജസുകൾ നമുക്ക് ഇത് ചെയ്യുക, ആൻസർ ചെയ്യുക. അതാണ് സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിങ് അല്ലെ, ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിങ്. അതുപോലെ പേഷ്യന്റിന്റെയും എന്താണ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. പേഷ്യന്റിന്റെ മാത്രമല്ല കേട്ടോ, പേഷ്യന്റിന്റെ മാത്രമല്ല ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെയും അവരുടെ ടൈമനുസരിച്ച് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. അതിന് സഹായിക്കുക ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിങ്. പിന്നെയോ റിസീവിങ് അല്ലെ, അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാന്ന് പറയുമ്പോൾ ഈ പറയുന്ന പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കാം. അതോടൊപ്പം തന്നെ റിസീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഹെൽത്ത് വിത്ത് ഷെഡ്യൂൾ പറഞ്ഞു ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻസിനും അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സഹായിക്കാം. പിന്നെ എന്താണ് റിസീവിങ്, അതിനുശേഷം നമ്മുടെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള പേഷ്യൻസുകൾ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക,
ഗ്രീറ്റ് ചെയ്യുക. റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീറ്റ് ദ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക. ആൻഡ് അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത പേഷ്യൻസിനെയും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ ആരോട് നോട്ടിഫൈ ചെയ്യാം? ഡോക്ടറിനോട് നോട്ടിഫൈ ചെയ്യാം കേട്ടോ, അനൗൺസ് ചെയ്യും. ഇത്രയുമാണ് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അവർ ആരെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ഫിസിഷ്യനെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് ഈ പറയുന്ന ഒരു ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫോൺ കോൾസുകളെ, മെസ്സേജുകളെ എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ, കാരണം സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിംഗ്, അതുപോലെ ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും ഈ പറയുന്ന പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാതെ സഹായിക്കാം. അതുപോലെ തന്നെ റിസീവിങ് അല്ലെ, ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുക അല്ലെ, അവരെ ഗ്രീറ്റ് ചെയ്യുക. ഓക്കെ, അവരെ ഗ്രീറ്റ് ചെയ്യുക. ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വരുന്ന പേഷ്യൻസിനെ വിസിറ്റേഴ്സിന്റെ വിവരങ്ങൾ ആരെ നോട്ടിഫൈ ചെയ്യാം? ഡോക്ടേഴ്സിനോട് നോട്ടിഫൈ ചെയ്യുക, അവരെ അറിയിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്. ദൈനംദിന പ്രവർത്തനത്തിൽ ആരെ സഹായിക്കാം? ഫിസിഷ്യനെ സഹായിക്കാം. ഒരു ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടൈം ലിമിറ്റിനുള്ളിൽ അവരെ കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടേഴ്സിന്റെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡുകളുടെ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യാം. അങ്ങനെ ഒരു ഡോക്ടറിന്, ഫിസിഷ്യന് അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, ആദ്യം ഹെൽപ്പ് ചെയ്യണം? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ് കളക്ട്സ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്. കളക്ട്സ് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് ദ പേഷ്യന്റ് റെക്കോർഡ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാം അല്ലെ, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാം. ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്, എന്നിട്ടോ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക. അതൊക്കെ ഒരു ഫിസിഷ്യനെ സഹായിക്കാൻ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ ട്രീറ്റ്മെന്റുകളും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സിന് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഈ പറയുന്ന പേഷ്യന്റിന്റെ തന്നെ മരുന്നുകൾ എഴുതുന്ന, അവരെ പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വളരെ അവരുടെ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ തന്നെ മാക്സിമം ഇഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം? അവരെ സഹായിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുകയും പേഷ്യന്റിന്റെ റെക്കോർഡുകൾ അത് എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് മെഡിക്കൽ സെക്രട്ടറിയുടെ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ് എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കാലണ്ടർ. ആണ് എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? കലണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഒരു ഡോക്ടേഴ്സ് ഫിസിഷ്യൻസിന്റെ അവരുടെ ആ ഒരു ഷെഡ്യൂളുകൾ, കാരണം അവിടെ കലണ്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അവരുടെ ഷെഡ്യൂളുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുകൾ അല്ലെ, ഇപ്പൊ വല്ല സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ന്യൂറോ സർജൻ പോലെയുള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചിലപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേയ്സിൽ അല്ലെ 2 അല്ലെങ്കിൽ 3 ദിവസങ്ങളിൽ മാത്രമാണ് അവർ ചിലപ്പോൾ കൺസൾട്ടേഷന് വരുന്നുണ്ടാവുള്ളൂ. ഇനി കൺസൾട്ടേഷൻ ഡോക്ടേഴ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല, അപ്പൊ പല പല ഹോസ്പിറ്റലുകളിൽ അവരുടെ ടൈം ഷെഡ്യൂൾ ചെയ്ത് അവർ കൺസൾട്ടേഷന് പോകുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഡോക്ടേഴ്സിന്റെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അവരുടെ ഷെഡ്യൂളുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ ആണല്ലോ ഓരോ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി. ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലില് ആ ഒരു ഡോക്ടറിന്റെ അവൈലബിലിറ്റി ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത്, അവരുടെ ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു ഡോക്ടറുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക കേട്ടോ. പേഷ്യൻസ് കാണാൻ വരുന്ന സമയത്ത് ആ ഒരു ഡോക്ടറുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. അതേ ഡോക്ടർ ചിലപ്പോൾ ആ 2 ദിവസങ്ങളിൽ മാത്രമേ ഒരുപക്ഷെ വരുന്നുണ്ടാവുള്ളൂ. മറ്റേതെങ്കിലും കൺസൾട്ടേഷൻ മറ്റേ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ അധികം പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അതൊരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. എൻഷുവർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കാലണ്ടർ.
അടുത്തത് ഇതാണ് പ്രൊസീജിയേഴ്സ് by interpreting the patient, preparing medical reports and creating summaries. അതായത് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ദി പേഷ്യന്റ്, ഡോക്ടർ പറയുന്ന കാര്യങ്ങള്, ഡോക്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻസുകള്, ഡോക്ടർ പറയുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക കേട്ടോ, കൃത്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുക, കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്, അതായത് രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറികൾ, അതുപോലെ ഒരു രോഗിയുടെ ഹെൽത്ത് ഇൻഫർമേഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള സമ്മറികൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ, ക്രിയേറ്റിംഗ് സമ്മറികൾ. എന്തൊക്കെയാണ്? പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ദി പേഷ്യന്റ്, പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറികൾ. അതായത് ഈ പറയുന്ന ഡോക്ടറിൽ നിന്നുള്ള വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ, മനസ്സിലാക്കുക, അതനുസരിച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, രോഗിയുടെ സമ്മറികൾ ക്രിയേറ്റ് ചെയ്യുക. അത് ചെയ്യണം മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. അടുത്ത പോയിന്റ് ഇതാണ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൈ കീപ്പിംഗ് ദ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ്, അല്ലെ, പേഷ്യന്റിന്റെ അവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെ, അവരുടെ ആ ഹിസ്റ്ററി നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, യൂട്ടിലൈസിംഗ് ഫയൽ, അത് ശരിയായ രീതിയിൽ ഫയൽ ചെയ്ത് വെക്കാം, ആൻഡ് റിട്രീവൽ സിസ്റ്റം, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേഷ്യന്റ്, ഒരു ഡോക്ടർ വരുമ്പോൾ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നേരത്തെ തന്നെ ആരും എടുത്തു വെക്കണം, മെഡിക്കൽ സെക്രട്ടറി എടുത്തു വെക്കണം, അല്ലെ, അവരുടെ ആ ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ അവരുടെ എന്താ പറയാ പാസ്റ്റ് ഹിസ്റ്ററി, അതായത് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കാം. ഫയൽ ചെയ്ത് വെക്കൽ മാത്രമല്ല, റിട്രീവൽ സിസ്റ്റം ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വേണം അത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെ. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ഡോക്ടർ വരുന്നു, ആ ഡോക്ടർ കൺസൾട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള ധാരാളം രോഗികൾ ഉണ്ടെന്ന് വെച്ചാൽ ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിൽ കയറുന്ന സമയത്ത് ഓരോ പേഷ്യൻസ് വരുമ്പോൾ ഓരോ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റിന് അനുസരിച്ചുകൊണ്ട് അവരുടെ എന്ത് ചെയ്യണം, അവരുടെ ഈ പറയുന്ന മെഡിക്കൽ ഹിസ്റ്ററികളൊക്കെ റെക്കോർഡ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അത് ഫയൽ ചെയ്യുന്ന പോലെ തന്നെ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അത് റിട്രീവ് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് നമുക്കത് എടുക്കാനും ആക്സസ് ചെയ്യാനായിട്ടുള്ള പാകത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതും അത് തന്നെയാണ് മെഡിക്കൽ സെക്രട്ടറിയേറ്റ് അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Provides a historical reference by progressing and utilizing filing and retrieval system. Next point is secures information by completing database backups. So secures information by completing database backups. Other information are secure information, patient information. This patient information computer system സേവ് ചെയ്ത് വെക്കാൻ. അവിടെ ഉദ്ദേശിക്കുന്നത് ഡാറ്റാബേസ് ബാക്കപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇലക്ട്രോണിക് ഫയൽ സിസ്റ്റം ആണ്, അല്ലെ, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ പണ്ടത്തെ പോലെ പേപ്പർ റെക്കോർഡുകളല്ല, അറിയാലോ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ എല്ലാം എന്താണ് സിസ്റ്റം വൈസിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അല്ലെ. ഒരു രോഗിയുടെ കാര്യങ്ങൾ പണ്ടത്തെ പോലെ പേപ്പർ റെക്കോർഡ് നോക്കിയെടുക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അവിടെ വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മുടേതായ എല്ലാ ഹെൽത്ത് ഇൻഫർമേഷനും എന്താണ് എല്ലാ സിസ്റ്റത്തിലും കിടപ്പുണ്ട്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. ആ രീതിയിൽ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റത്തിൽ കൂടെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് എളുപ്പം റിട്രീവ് ചെയ്യാനുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കാണ്ട്, അതാണ് ആ രീതിയിൽ പേഷ്യന്റ് ഇൻഫർമേഷൻസിൽ സെക്യൂർ ചെയ്ത് വെക്കുക. സെക്യൂർ ചെയ്യാന്ന് വെച്ചാൽ സുരക്ഷിതമാക്കാൻ, അതായത് അവരുടെ നമ്മുടെ സിസ്റ്റത്തിലെ ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റം അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളായിട്ട് നമ്മൾ ഈ പറയുന്ന വിവരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് അതുപോലെ തന്നെ മാനേജ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഭാഗത്തിൽ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് നമ്മൾ വളരെയധികം സെക്യൂർ ചെയ്ത് വെക്കുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്. കേട്ടോ, ഓക്കെ, ക്ലിയർ ആയോ? ആ പോയിന്റ് ഓക്കെ ആണോ നിങ്ങൾക്ക്? മനസ്സിലായി? അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, keeps the patient confidence and protects operations by keeping information secret. എന്താണ്? Keep the patient confidence and protects operations by keeping information secret. അതുപോലെ തന്നെ ഈ പറയുന്ന രോഗികളുടെ ഇൻഫർമേഷൻസ് അവരുടെ വിവരങ്ങൾ
വളരെയധികം സീക്രട്ട് ആയിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ഉറപ്പുവരുത്തുക. അല്ലെ, നമുക്കറിയാം നമ്മൾ മെഡിക്കൽ റെക്കോർഡൊക്കെ പഠിച്ച് പറഞ്ഞ കാര്യമാണ് പേഷ്യന്റിന്റെ വിവരങ്ങള്, പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ, അവരുടെ സമ്മതമില്ലാതെയോ അവരുടെ എല്ലാ വിവരങ്ങളും വളരെ രഹസ്യാത്മകമായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അല്ലെ, കാര്യം അവരുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ രീതിയിൽ പേഷ്യന്റിന്റെ എക്സ്പ്ലനേഷൻസ് വളരെ സീക്രട്ട് ആയിട്ട് വളരെ രഹസ്യാത്മകമായിട്ട് സൂക്ഷിച്ച് എന്നുവെച്ചാൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യന്റ് കോൺഫിഡൻസ് വർദ്ധിക്കുക, പേഷ്യന്റിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെ, ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ എത്രത്തോളം കോൺഫിഡൻഷ്യൽ ആണോ അവർ അത്രത്തോളം അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അല്ലെ, അതൊക്കെ ഒരു പേഷ്യന്റിന്റെ റൈറ്റ്, അവരുടെ റൈറ്റ് ആണ്, അത് നമ്മൾ കൊടുക്കാൻ സാധ്യതമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് കേട്ടോ, കീപ്പിംഗ് പേഷ്യൻസ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. അടുത്ത പോയിന്റ് നോക്കി, മെയിൻറ്റെയിൻ സോഫ്റ്റ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നുള്ള അർത്ഥം. അപ്പൊ മെയിൻറ്റെയിൻ സോഫ്റ്റ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. നമ്മൾ ഈ ഓഫീസിലുള്ള ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിൽ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ട് എന്തൊക്കെയാണ്, പ്രിന്ററുകള്, പേപ്പറുകള്, പെന്നുകള്, അല്ലെ, സ്കാനറുകള്, ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകൾ, ഇതൊക്കെ ഓഫീസ് സപ്ലൈസുകളാണ്, ഓഫീസ്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്ക്, അതിന്റെയൊക്കെ സ്റ്റോക്ക്, അപ്പൊ പേപ്പറുകളാവട്ടെ, പേനയോ പെൻസിലോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓഫീസ് സപ്ലൈസുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്കുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അല്ലെ, ക്ലറിക്കൽ ടാസ്കുകളും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് സപ്ലൈസിന്റെ സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഈ പറയുന്ന ഓഫീസിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റുകളും അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെ, ഞാൻ പറഞ്ഞ ഓഫീസ് എക്യുപ്മെന്റ് ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടാവാം, സ്കാനർ ഉണ്ടായിരിക്കാം, പ്രിന്റർ ഉണ്ടായിരിക്കാം, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അല്ലെ, ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ഓഫീസ് എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസുകൾ ഫോളോ ചെയ്തിട്ട് അതായത് അവയെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെ, പ്രവർത്തനക്ഷമ ഉപയോഗശൂന്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ എക്യുപ്മെന്റ്സുകൾ ഈ പറയുന്ന പോലെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ വർക്ക് ചെയ്യാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യാം, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഓഫീസിൽ ഉപയോഗിക്കാം. ആ രീതിയിൽ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഓഫീസ് എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തത് എന്താണ്? മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. എന്താണ്? മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ പറയുന്ന മാനദണ്ഡങ്ങളും പോളിസികളും പ്രൊസീജിയേഴ്സുകളും ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി പെർഫോമൻസ്, ഒരു ഹൈ ക്വാളിറ്റി ഔട്ട്കംസുകള് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വാളിറ്റി റിസൾട്ട്സ് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന സ്റ്റാൻഡേർഡുകള്, പിന്നെ പോളിസീസ്, പ്രൊസീജിയറുകള്, ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഒരു ഹൈ ക്വാളിറ്റി ഔട്ട്കംസ്, ഒരു ഹൈ ക്വാളിറ്റി പെർഫോമൻസ് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, serve and protect the healthcare community by sticking professional standards. അത് മാത്രമല്ല, ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹോസ്പിറ്റലിലും അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് അനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകളും എല്ലാവരും അടങ്ങിയതാണ് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലെ, അവരാണ് പേഷ്യൻസിന് സെർവ് ചെയ്യുന്നത്. അല്ലെ, ഹെൽത്ത് പരിചരണങ്ങൾ കൊടുക്കുന്നത് അവരാണ്. അപ്പോ അവരിലും ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തിക്കൊണ്ട്, അല്ലെ, ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, പ്രൊഫഷണൽ നിലവാരം ഉറപ്പുവരുത്തിയിട്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാം, അവരെ സെർവ് ചെയ്യുക കേട്ടോ. അതാണ് മെഡിക്കൽ സെക്രട്ടറിയുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി. അല്ലെ, ഓരോ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്തിരിക്കുന്നു. അല്ലെ, അപ്പൊ ആ മതത്തിന്റെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. അല്ലെ, അവരതുപോലെ തന്നെ
അവരെ സെർവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഡോക്ടേഴ്സ്, ഫിസിഷ്യൻ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി തന്നെയല്ലേ മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? അപ്ഡേറ്റ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് in educational opportunities like reading professional publications. കേട്ടോ, എന്താണ് അപ്ഡേറ്റ് ജോബ് നോളജ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് റീഡിംഗ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്. അതായത് ഈ പ്രൊഫഷണൽ പബ്ലിക്കേഷൻസുകളൊക്കെ വായിച്ചുകൊണ്ട് അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് മെഡിക്കൽ സെക്രട്ടറി അവരുടെ നോളജ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? അതിന് അവരുടെ പ്രൊഫഷനില് ഏറ്റവും എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അവരുടെ നോളജ്, അവരുടെ അറിവുകൾ, അവരുടെ സ്കില്ലുകൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രൊഫഷണൽ പബ്ലിക്കേഷൻസുകൾ വായിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സെമിനാറുകളിലോ വർക്ക്ഷോപ്സുകളിലോ ഒക്കെ അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക അല്ലെ? അങ്ങനെ പങ്കെടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മെഡിക്കൽ നോളജ്, മെഡിക്കൽ എന്ന് വെച്ചാൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ്, മെഡിക്കൽ അല്ല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ജോലികള് അല്ലെങ്കിൽ അവരുടെ നോളജ്, സ്കില്ല് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇതൊക്കെ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. കേട്ടോ, കീപ്സ് ദ മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. എന്താണ് കീപ്സ്? മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകള്, ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ സമർത്ഥമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ അവിടുത്തെ ഡിവൈസസുകള് അതിന്റെയൊക്കെ മാനേജ്മെന്റ് ആണ് കേട്ടോ ടെക്നിക്കൽ ലൈബ്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, ടൂൾസുകൾ, അതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മെഡിക്കൽ റെക്കോർഡുകള്, ടെക്നിക്കൽ ലൈബ്രറി, കറസ്പോണ്ടൻസ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടൻസ് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ആണ്. പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന പേഷ്യൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഫാക്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇമെയിൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള കറസ്പോണ്ടൻസ് ഫയലുകള്, ടെക്നിക്കൽ ലൈബ്രറികള്, മെഡിക്കൽ റെക്കോർഡുകളുടെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് perform different clerical and administrative functions under the supervision of the physician. Okay, good morning. അതായത് ഒരു ഫിസിഷ്യന്റെ സൂപ്പർവിഷന്റെ ഒരു ഫിസിഷ്യന്റെ മേൽനോട്ടത്തില് ഈ പറയുന്ന എന്താണ് ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസുകളെല്ലാം തന്നെ പെർഫോം ചെയ്യുക. ഇത്രയുമാണ് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയില് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തും ഉണ്ടാവാം. മെഡിക്കൽ ഈ പോയിന്റുകൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഒരു മെഡിക്കൽ സെക്രട്ടറി ആരെയാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ഫിസിഷ്യനെയാണ് അല്ലെ? അപ്പൊ ഒരു ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. അത് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആയിട്ട് ക്ലാഷ് വരില്ല. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അയാളെന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ടാസ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ മെഡിക്കൽ തന്നെ പറയുമ്പോൾ മെഡിക്കൽ സെക്രട്ടറി ആരെയാണ് അസിസ്റ്റ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും? ഒരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ. അപ്പൊ ഇവിടെ പറയാണ് ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്ക്രീനിങ് നടത്തുക, അതായത് ഫോൺ കോളുകൾ ആൻസർ ചെയ്യാം, പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാം, അവര് വന്നിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിവരങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡോക്ടറിനോട് നോട്ടിഫൈ ചെയ്യാം. അതുപോലെ ദൈനംദിന പ്രവർത്തനത്തിന് ഒരു ഫിസിഷ്യനെ സഹായിക്കുക. പിന്നെന്താണ്? പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ ശേഖരിച്ചുകൊണ്ട് മെഡിക്കൽ റെക്കോർഡിൽ കീപ്പ് ചെയ്യുക. അതുപോലെ ഡോക്ടേഴ്സിന്റെ അവരുടെ ഷെഡ്യൂളുകള്, അവരുടെ കാലണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ ഈ പറയുന്ന ഡോക്ടറിൽ നിന്നുമുള്ള കാര്യങ്ങൾ, രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കാം, നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അതൊന്ന് കീപ്പ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്ത് വെക്കുക, ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാൻ സാധിക്കും വെക്കുക. പിന്നെ ഡാറ്റാബേസ് ബാക്കപ്പുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രോഗിയുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റത്തിലൂടെ സ്റ്റോർ ചെയ്ത് മാനേജ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്യാം.
അങ്ങനെ ഓരോ പേഷ്യൻസിന്റെയും വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചുകൊണ്ട് പേഷ്യന്റിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓഫീസ് സപ്ലൈസിന്റെ സ്റ്റോക്ക് ലെവൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എല്ലാവിധ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്തുകൊണ്ട് ഓഫീസ് എക്യുപ്മെന്റുകളൊക്കെ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ഔട്ട്കംസ്, ഒരു ക്വാളിറ്റി പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്സ് അത്തരത്തിലുള്ള അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരുടെ നോളജ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, ടെക്നിക്കൽ ലൈബ്രറി, കറസ്പോണ്ടൻസ് ഫയലുകളൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഒരു ഫിസിഷ്യന്റെ മേൽനോട്ടത്തിൽ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനുകൾ ഇത്രയുമാണ് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ആ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തത് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയറാണോ? അപ്പൊ നമ്മള് 3 പേരുടെ കഴിഞ്ഞു കേട്ടോ. അഡ്മിനിസ്ട്രേറ്ററുടെ കഴിഞ്ഞു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചു, മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചു. ഇനി നമുക്ക് 4ാമത് പഠിക്കാനുള്ളത് ആരുടെ ജോബ് സമ്മറി ആയിട്ട് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അതായത് OPD എക്സിക്യൂട്ടീവ്, ദാറ്റ് മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുകളിൽ വരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ക്ലറിക്കൽ ടാസ്കുകൾ മാത്രമല്ല, അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകളെ എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ ഡ്യൂട്ടീസ് കേൾക്കുമ്പോൾ ഏകദേശം ആരുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. OPD executive plays an important role in supervising the operations of the outpatient department in a hospital. ഒരു ഹോസ്പിറ്റലിലെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. Their responsibilities include, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മാനേജിംഗ് ദ OPD സ്റ്റാഫ്. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ എല്ലാവരെയും തന്നെ മാനേജ് ചെയ്യുക. അതായത് ഇൻക്ലൂഡിംഗ് ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുക. ഓക്കെ, മാനേജിംഗ് ദ OPD സ്റ്റാഫ്.
രണ്ടാമത്തെ എന്താണ് മെയിൻറ്റൈനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് കേട്ടോ. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന എല്ലാ ഔട്ട് പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. റെക്കോർഡുകൾ റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെയും മെഡിക്കൽ സെക്രട്ടറിയുടെയും ഒക്കെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒ പി ഡി എക്സിക്യൂട്ടീവ് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് മെയിൻറ്റൈനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്, കൃത്യമായിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് കേട്ടോ. അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഇപ്പൊ കാർഡിയോളജി ഉണ്ടാവും, നെഫ്രോളജി ഉണ്ടാവും, പൾമണോളജി, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആകുമ്പോൾ ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ചിലപ്പോൾ നമ്മളൊരു പക്ഷെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഒരു പേഷ്യന്റിന് ഒരു പക്ഷെ അവിടെ നിന്ന് റെഫർ ചെയ്ത് ചിലപ്പോൾ ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇട്ടേക്കാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവിടെ കോർഡിനേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം എങ്ങനെ ഇട്ടുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇത് കോർഡിനേറ്റ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ള ഹോസ്പിറ്റലിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. പിന്നെന്താണ് എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തണം അല്ലെ. എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, മാനേജ് ചെയ്തിരിക്കണം അല്ലെ. മാനേജ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ് അല്ലെ, ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിരിക്കണം. കാര്യം ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന റവന്യൂ, അവിടുത്തെ എക്സ്പെൻസുകൾ, അതിന് ആ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള ബഡ്ജറ്റുകളൊക്കെ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത് എല്ലാ പോളിസികൾ, ചില സർട്ടേൺ പോളിസീസും പ്രൊസീജിയറുകളൊക്കെ അനുസൃതമായിക്കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. പിന്നെന്താണ് എൻഷുവറിംഗ് ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഒ പി ഡി ഏരിയ. അപ്പൊ ആ ഒരു രീതിയിൽ ഇതേപോലെ ഒ പി ഡി എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക. പിന്നെന്താണ് സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടന്റ്. അതുപോലെ വിവിധ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസൾട്ടൻസിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ സൂപ്പർവൈസ് ചെയ്യുക കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരുപാട് കൺസൾട്ടൻസുകൾ, പല കൺസൾട്ടൻസും ഉണ്ടാവും, സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവാം അല്ലെ. അതുപോലെ ഫിസിഷ്യൻ, നോർമൽ ഫിസിഷ്യൻ ഉണ്ടാവും, കാർഡിയോളജിസ്റ്റ്, അങ്ങനെയൊക്കെ പല പല കൺസൾട്ടൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഡിഫറെന്റ് കൺസൾട്ടൻസിന്റെ ഈ അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, സാഹചര്യത്തിൽ ചെക്ക് ചെയ്യുക കേട്ടോ. അതാണ് പറഞ്ഞത് ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. ഒരു ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് സാഹചര്യത്തില്, തൊഴിൽ സാഹചര്യത്തില് ചെക്ക് ചെയ്യുക. പിന്നെന്താണ് ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. അതുപോലെ തന്നെ പേഷ്യന്റിൽ നിന്നും, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളിൽ പേഷ്യന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പേഷ്യൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ അത് എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, എന്നിട്ട് അത് സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. അതും അത്യാവശ്യമാണല്ലോ. നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ ആ സർവീസിൽ ആളുകൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് എടുക്കണം അല്ലെ. അപ്പൊ അവരിൽ നിന്നുമുള്ള ഫീഡ്ബാക്കുകൾ ഗ്യാദർ ചെയ്യുക, എന്നിട്ടെല്ലാം തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക. അപ്പൊ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അതിനനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ നടപ്പിലാക്കാം. കുറേ കൂടെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തെന്താണ് ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതുപോലെ ഇപ്പോൾ ഒരു ഒ പി ഡി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക, അത് കൈകാര്യം ചെയ്യാം. എന്നിട്ടോ ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ.
അത് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതായത് ഒ പി ഡി ഏരിയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകളോ അതിപ്പോ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ അല്ലെങ്കിൽ പ്രവർത്തന സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകൾ വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് അത് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ് ആസ് ട്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അതുപോലെ പേഷ്യൻസിനായിക്കോട്ടെ വിസിറ്റേഴ്സിനായിക്കോട്ടെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാം അല്ലെ. ഒരു മെഡിക്കൽ സെക്രട്ടറിയിൽ നമ്മൾ പറഞ്ഞൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് രോഗികൾ വരുമ്പോൾ അവർ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യണം. നമുക്കറിയാം ഒരു പേഷ്യന്റ് ഫസ്റ്റ് ടൈം വരുന്നത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് അല്ലെ. അവിടെ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരെ ഗ്രീറ്റ് ചെയ്യണം അല്ലെ. പേഷ്യൻസ് ആയിക്കോട്ടെ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവരെല്ലാം നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യേണ്ടത് അത് ഉത്തരവാദിത്തമാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ വരുന്നത് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ രോഗികൾ വരുന്ന സമയത്ത് അവർ കാണാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അവർ ആരെയാണോ കാണാൻ വരുന്നത്, ആര് കൺസൾട്ട് ചെയ്യുന്നത്, ഡോക്ടർ കൺസൾട്ട് ചെയ്യാനായിട്ടാണോ അവർ വരുന്നത്, മറ്റെന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ടാണോ അവർ വരുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. ഓക്കെ. പിന്നെന്താണ് രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ്. അതുപോലെ പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. രജിസ്റ്ററിങ് ന്യൂ പേഷ്യൻസ്, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാം. അടുത്തത് 16ാമത്തെ പോയിന്റാണ് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയർ ആണ് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് അല്ലെ ഈ പറയുന്ന ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതുപോലെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് അല്ലെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള മീറ്റിംഗ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് കോഴ്സുകൾ അതിലൊക്കെ പങ്കെടുക്കുക. ടേക്ക് പാർട്ട് ചെയ്യാന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. പങ്കെടുക്കുക. എന്നിട്ടോ എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാവരും ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ശരി. ഇപ്പൊ നമ്മള് പല ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കും, പല പ്രാക്ടീസ് മീറ്റിംഗ്സുകൾ, പ്രാക്ടീസ് സെക്ഷൻസുകളൊക്കെ സെഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതിലൊക്കെ പങ്കെടുക്കണം. ഒരു എക്സിക്യൂട്ടീവ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുകളെല്ലാം പാലിക്കണം. ഉറപ്പുവരുത്തണം. ഓക്കെ. Furthermore, the OPD executive is accountable for checking that everything in the OPD area is in the correct place and ensuring that there are no items left over by the previous shift receptionist. എന്താണ് പറയുന്നത്? പിന്നെ ഒരു OPD executive എന്ന് പറഞ്ഞാൽ he is accountable for checking that everything in the OPD area is in correct place. അതായത് OPD ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഫയലുകള്, പിന്നെ അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് എല്ലാവരും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ ആൻഡ് എൻഷുറിംഗ് ദാറ്റ് there are no items left over by the previous shift receptionist. അതായത് ഇവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന നമുക്കറിയാം ഷിഫ്റ്റ് ടൈം ഉണ്ടായിരുന്നു അല്ലെ. ഡ്യൂട്ടി ടൈം ചിലപ്പോൾ ഡേ ടൈമിൽ വർക്ക് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ആള് കയറും. നമ്മുടെ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് മുൻ ഷിഫ്റ്റിൽ ഇരുന്ന റിസപ്ഷനിസ്റ്റ് അവര് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ പെൻഡിങ് വെച്ചിട്ടില്ല. നോ ഐറ്റംസ് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകളോ ഒന്നും തന്നെ പെൻഡിങ് വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം അവരുടെ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളൊക്കെ പ്രോപ്പറായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയലുകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ എന്തെങ്കിലും വർക്കോ മറ്റോ എന്തെങ്കിലും പെൻഡിങ്ങോ ഒന്നും വരുത്തിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? OPD എക്സിക്യൂട്ടീവ്. അങ്ങനെ വർക്കൊക്കെ പെൻഡിങ് വന്നാൽ പിന്നെ അടുത്ത ഡ്യൂട്ടിയിൽ നാളെ അത് എക്സ്ട്രാ ചെയ്യണം. അപ്പൊ അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്ത വർക്ക് അയാൾക്ക് പറഞ്ഞ സമയത്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്കൊക്കെ അവിടെ പെൻഡിങ് വരും. ഒരുപാട് ടൈം ബാഗും കാര്യങ്ങളൊക്കെ. അങ്ങനെയൊന്നും വരാതെ ഈ പറയുന്ന ഒരു OPD ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലേസിലാണ്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റും ടൈം ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. പിന്നെ വരുന്നത് they direct patients to the payment counter to make their case paper, ensuring a smooth and efficient process.
ഇനി അതുകൂടാതെ അവര് പേഷ്യൻസിന് എന്ത് ചെയ്യണം, പേയ്മെന്റ് കൗണ്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടണം. ഇതിനു വേണ്ടിയിട്ടാണ് ടു മേക്ക് ദയർ കേസ് പേപ്പർ. ദാറ്റ് മീൻസ് ഇതിനു വേണ്ടിയിട്ടാണ് ടു സെറ്റിൽ ദയർ ഫീസ് അല്ലെ, ഹോസ്പിറ്റൽ ബില്ലുകളും മറ്റുമൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് എന്താണ് പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടാം. അതിലൂടെ എൻഷുറിംഗ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉറപ്പുവരുത്തുക. മനസ്സിലായോ? പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാം. എന്നിട്ടോ ടു മേക്ക് ദയർ കേസ് പേപ്പർ അല്ലെ, എന്ന് വെച്ചാൽ ടു സെറ്റിൽ ദയർ പേപ്പർ അല്ലെ, അവരുടെ ബില്ലുകളും ഹോസ്പിറ്റൽ ബില്ലുകളും ഡോക്ടേഴ്സൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് അവരെ സഹായിക്കാം. എൻഷുറിംഗ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്, അതിലൂടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ് ഉറപ്പുവരുത്തുക. ഓക്കെ, അത് ചെയ്യണം. ഒപിയുടെ എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് ഓവറോൾ the OPD executive is necessary for ensuring that the outpatient department is efficient. ശരിക്കും പറഞ്ഞാല് ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തിയാണ്. പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി കെയർ ടു പേഷ്യൻസ്, അതുപോലെ പേഷ്യൻസിന് വളരെ ഹൈ ക്വാളിറ്റി ഉള്ള പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. by also managing cost അല്ലെ, അതിലൂടെ അവർ കോസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിൻ റെഗുലേറ്ററി കംപ്ലൈൻസ്, അതുപോലെ തന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ് എന്ന് വെച്ചാൽ റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് ഒരു OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇത് OPD എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി മനസ്സിലായോ? OPD സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, എക്സാക്ട് ആയിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, വിവിധ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. ആ ഒരു OPD ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ OPD സംബന്ധമായിട്ട് പോളിസികൾ, പ്രൊസീജിയറുകൾ ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. OPD ഏരിയയിലെ സ്മൂത്ത് ഫംഗ്ഷനിങ് അല്ലെ, അത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഡിഫറെന്റ് കൺസൾട്ടൻസിന്റെ ആ ഒരു ഷെഡ്യൂള്, അപ്പോയിന്റ്മെന്റ് അല്ലെ, അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്താണ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ ഡോക്ടേഴ്സിന്റെ പ്രവർത്തന സാഹചര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഗ്യാതറിംഗ് ആൻഡ് സ്റ്റോറിംഗ് എവറി ഫീഡ്ബാക്ക് ഫോംസ്, അതുപോലെ പേഷ്യന്റിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് ഫോംസുകൾ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, അത് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ സൂക്ഷ്മ പരിശോധന നടത്തുക. അതുപോലെ ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ, OPD ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസുകളൊക്കെ കൈകാര്യം ചെയ്തിട്ട് അത് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആസ് ട്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അവിടേക്ക് വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക. പുതിയ പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മീറ്റിംഗ്സുകളും ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, എല്ലാത്തിനേക്കാൾ ഉപരി OPD ഏരിയയിലെ എല്ലാ കാര്യങ്ങളും കൃത്യത ഉറപ്പാക്കേണ്ടത് OPD എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അതിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം അവരുടെ വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫയലുകൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് OPD എക്സിക്യൂട്ടീവ് ആണ്. അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിന് പേയ്മെന്റ് കൗണ്ടറിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക, അവരുടെ ബില്ലുകളും ഹോസ്പിറ്റൽ ഡോക്യുമെന്റും സെറ്റിൽ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതിനുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഫിഷ്യന്റ് പ്രോസസ് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക കേട്ടോ. These are the main responsibilities of an OPD executive. വായിച്ചു നോക്കാമോ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതെന്ന് ചോദിക്കാം. ഓരോ പോയിന്റ് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. ഓരോ പോയിന്റ് വളരെ മനസ്സിരുത്തി നിങ്ങൾ വായിക്കാം. കാര്യം ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പം തോന്നിയില്ല, കേട്ടു പോകുമ്പോൾ മനസ്സിലാവും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ 5 പേരുടെ പഠിച്ചിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ആണോ, എക്സിക്യൂട്ടീവിന്റെ ആണോ, അങ്ങനെ ഒരു ഡൗട്ട് വരും. ഓക്കെ, തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ പോയിന്റുകൾ മനസ്സിലെത്തി വായിക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഡ്യൂട്ടി ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഓരോരുത്തരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് മനസ്സിലാക്കി വായിച്ചു.
ഓക്കെ ആണോ? എല്ലാ പോയിന്റുകളും ക്ലിയർ ആണോ? ഇനി നമുക്ക് 4 പേരുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 5ാമത്തെ ഒരാളുടെ കൂടെ പഠിക്കാൻ പോകും. അതാരാണ്? പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. ഓക്കെ, ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഈ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതിലെല്ലാവരും എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ല അവര് അല്ലെ. ഇവരെന്താ ചെയ്യുന്നത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ. ഒരു അഡ്മിനിസ്ട്രേറ്റർ, അതിനൊരു ഒപ്പറേഷൻ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, മെഡിക്കൽ സെക്രട്ടറി, പേഷ്യന്റ് കൗൺസിലർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം. പേഷ്യന്റ് കൗൺസിലർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ആരെയായിരിക്കും അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. പേഷ്യന്റിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാണിക്കാം. A patient counselor, also known as a patient advocate or patient liaison, is a healthcare professional who works keenly with the patients and their families to extend emotional support, education and advocacy. Underline ചെയ്തു വെക്കാം കേട്ടോ. ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മള് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള അവർക്ക് അവയർനെസ് കൊടുക്കാം, അഡ്വക്കേസി എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ പറയുന്ന പ്രൊഫഷണൽസിനെയാണ് നമ്മൾ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിനെ നമുക്ക് പല രീതിയിൽ വിശേഷിപ്പിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പേഷ്യന്റ് കൗൺസിലറിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പേഷ്യന്റ് ലിസോൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പേഷ്യന്റ് കൗൺസിലറിന് പറയുന്ന മറ്റു പേരുകൾ എന്താണ്? പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിസോൺ. നമ്മുടെ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാൻ കാരണം, ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ബാധിക്കുന്ന ഒരാളാണ് അല്ലെ. ഇവിടെ അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മള് പേഷ്യൻസിന് വേണ്ടിയിട്ട് അവരുടെ ഡോക്ടേഴ്സുമായിട്ട്, അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രോഗിയുടെ താല്പര്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങള്, അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോഴും എന്ത് കൊടുത്തിരിക്കണം? മുൻതൂക്കം കൊടുത്തിരിക്കണം അല്ലെ. പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് കൗൺസിലർ അവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് അവിടെ അഡ്വക്കേസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന LLB പഠിച്ച് കോടതി പോയി ബാധിക്കുന്ന അഡ്വക്കേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ഈ പറയുന്ന ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് കെയർ, അവരുടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ, അല്ലെ രോഗിയുടെ ആവശ്യങ്ങൾ, അല്ലെ അവരുടെ താല്പര്യങ്ങൾ, അതിന് മുൻതൂക്കം കൊടുക്കണം അല്ലെ. അതിനെ കൺസിഡർ ചെയ്യണം അല്ലെ, അതിനെ പരിഗണിക്കണം. അതിനെ പരിഗണിക്കുക മാത്രമല്ല, അതിന് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് വേണം, അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേണം ഒരു പേഷ്യന്റ് കൗൺസിലർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ്. പേഷ്യന്റിന്റെ വക്താവാണ് അല്ലെ, പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന പേഷ്യന്റ് ലിസോൺ. ലിസോൺ എന്ന് പറഞ്ഞ റിലേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് പേഷ്യന്റ് കൗൺസിലർ. അതിന് പേഷ്യന്റിന് മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വൈകാരിക പിന്തുണകളും മറ്റും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. നേരത്തെ പറഞ്ഞില്ലേ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക അല്ലെ. അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ മൈൻഡ് എപ്പോഴും ഹെൽത്ത് ആയിരിക്കും അല്ലെ, ഹെൽത്തി ആയിരിക്കും. മൈൻഡ് ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും എന്തായിരിക്കുമല്ലോ, ഹെൽത്തി ആയിട്ടിരിക്കും അല്ലെ എപ്പോഴും. അപ്പൊ നമുക്ക് പറയുമ്പോ നമുക്ക് ശാരീരികമായിട്ട് മാത്രമല്ല ശരിക്കും, നമുക്ക് മാനസികമായിട്ട് തളർച്ചയുണ്ടായിരിക്കും അല്ലെ. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോ ഒക്കെ നമുക്ക് മാനസികമായിട്ട് എന്ത് വേണം? നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം അല്ലെ. അതെ, പറയാൻ എളുപ്പമാണ്, ഹെൽത്തി അല്ല, പക്ഷെ പറയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു അവരുടെ രോഗാവസ്ഥയെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മൈൻഡ് സ്റ്റെബിലിറ്റി, വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത്
ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അവിടെ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, ഒരു വൈകാരികമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തുക, പ്രൊവൈഡ് ചെയ്യുക നോക്കുക. The patient counselor is accountable for providing emotional support to the patients and their families, sharing their concerns and helping them deal with their guidance disorder. അതായത് ഈ പറയുന്ന പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ കൺസേൺസ് എന്ന് വെച്ചാൽ അവരുടെ ആശങ്കകൾ അതെല്ലാം തന്നെ ശരിയായി കേട്ടുകൊണ്ട് അവരെ ഡീൽ ചെയ്യാനായിട്ട്, അല്ലെ അവരെ ഈ പറയുന്ന രോഗാവസ്ഥയൊക്കെ എന്താണ് ഓവർകം ചെയ്യാനായിട്ടുള്ള അവർക്ക് വൈകാരികമായിട്ടുള്ള നൽകാനായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് നമുക്ക് 7 പോയിന്റുകളാണ്. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, പ്രൊവൈഡിംഗ് റിസോഴ്സസ്, കോർഡിനേറ്റിംഗ് കെയർ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇത് ഈ പോയിന്റുകളെല്ലാം തന്നെ ആരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? പേഷ്യന്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പോയിന്റാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ വരുന്നതാണ്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് നാളത്തെ ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാല് നിങ്ങൾക്കിനി ഇതൊക്കെ ചാപ്റ്ററുകൾ എടുക്കാറുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് അല്ലെ, HMS ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലേ എടുക്കാനായിട്ട്? ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. HMS എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ചാപ്റ്റർ ആണെന്ന് പേടിക്കാനൊന്നുമില്ല. അതിന് വേറൊന്നും അല്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ്. നമ്മൾ ഇന്നിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് അറിയാം, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ കുറെ സോഫ്റ്റ്വെയർ കമ്പോണന്റ് നമ്മൾ യൂസ് ചെയ്യും. ഫാർമസിയിലാണെങ്കിൽ മരുന്നിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി രോഗിയുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ അതിനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ കമ്പോണന്റ്, അങ്ങനെ എല്ലാത്തിനും നമ്മളൊരു സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകും. എന്തിലൂടെ? ത്രൂ ദ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിലൂടെ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ആണ് അത്. വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, പക്ഷെ എളുപ്പമുണ്ട്, വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ്ട് എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർക്കും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.